ഇതാണ് KSEBയുടെ പോസ്റ്റിലുള്ള ചാർജിങ് പോയിന്റ്. KSEB 1000 സംതിങ് ചാർജിങ് പോയിന്റാണ് ഇങ്ങനെ വെക്കുന്നത് റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. ഇതാണ് ചാർജിങ് പോയിന്റ്. ഉണ്ടോ ഇതിൽ നമുക്ക് 6 ആംബിയേഴ്സിൻ്റെയും 16 ആംബിയറിൻ്റെയും അല്ലാണ്ട് ഓട്ടോറിക്ഷയ്ക്കുള്ള പോയിൻ്റൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് 2 സൈഡിലായിട്ട്. എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ ആപ്പ് ചാർജ് മോഡ് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ഓപ്പൺ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഉള്ളത് കാണിക്കും. ആ ലൊക്കേഷനിലെ ചാർജിങ് മോഡ് ഓക്കെ ആണെന്നെങ്കിൽ അതിൽ പോയിൻ്റ് അവൈലബിൾ എന്ന് കാണിക്കും. എന്നിട്ട് നമുക്ക് അതിൽ വേണമെങ്കിൽ GPS നമുക്ക് കിട്ടും ആ ലൊക്കേഷൻ. അപ്പോൾ ഏതൊക്കെ ചാർജിങ് പോയിൻ്റ് ഉള്ളതാണ് ഈ ലൊക്കേഷൻ ഉള്ളത്, അല്ലെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ നോ പോയിൻ്റ് അവൈലബിൾ എന്ന് കാണിക്കും. ഫസ്റ്റ് എന്നിട്ട് അതിൽ ചാർജ് നമ്മൾ കയറണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇവരുടെ ഒരു പ്ലാൻ ആക്റ്റീവ് ചെയ്യണം. അവരുടെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാം സെറ്റിങ്സിൽ. അതിൽ അവരുടെ പ്ലാനുകളുണ്ട്, ഓരോരോ പ്ലാനുകൾ നമുക്ക് ഇഷ്ടമുള്ള പ്ലാനുകൾ അതിൽ ചെയ്യാം. എനിക്കറിയില്ലായിരുന്നു ആദ്യം ഇതിൽ പ്ലാൻ വേണമെന്ന്. പിന്നെ ഞാൻ അവിടെ പോയിട്ട് നോക്കിയപ്പോഴാണ് ചാർജ് ആവണത് കാണാത്തപ്പോഴാണ് ഇതിൽ ഫസ്റ്റ് ചാർജ് ചെയ്യാനാണ് കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് 401 രൂപയുടെ പ്ലാനാണുള്ളത്. ഒരു മാസമാണ് അതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. പിന്നെ ടോപ്പപ്പ് പറഞ്ഞ ഓപ്ഷൻ അപ്പുറത്തും കിടക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ പ്ലാൻ തീർന്ന മുമ്പ് തന്നെ വേണമെങ്കിൽ അഡീഷണലായിട്ട് ടോപ്പപ്പ് ഫോണിലൊക്കെ ചെയ്യണ പോലെ ചെയ്യാം. ഞാൻ എന്തായാലും 401 രൂപയുടെ ചാർജാണ് ചെയ്യുന്നത്. 36 യൂണിറ്റ് 37 യൂണിറ്റ് മറ്റാണ് നമുക്ക് കിട്ടുക അതിൽ ഒരു മാസത്തേക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതൊന്ന് പ്ലാന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടോ നെറ്റ് ബാങ്കിങ് വഴിയോ എന്തായാലും നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം അതിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ 401 രൂപയുടെയാണ്. എനിക്ക് അർജൻറ്റാണ്, കാരണം നമുക്ക് ഒരു അർജൻറ്റ് സർവീസും ഉണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ട് വേണം ഇനി ആ ലൊക്കേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ 401 രൂപയുടെയാണ് ചെയ്യുന്നത്. ഞാൻ ആ പ്ലാനൊക്കെ ആക്റ്റീവ് ചെയ്തു. 401 രൂപയൊക്കെ ട്രാൻസ്ഫറായി അക്കൗണ്ടിൽ പോയി. ഇതിൽ ബാലൻസ് കയറും ചെയ്തു. ഇനി അടുത്ത് നമുക്ക് QR കോഡ് വേണം സ്കാൻ ചെയ്യാൻ വേണ്ടി. അതിൻ്റെ മിഷീൻ്റെ തന്നെ അവരുടെ ചാർജിങ് യൂണിറ്റിന് തൊട്ടടുത്ത് തന്നെ ഓരോ QR കോഡ് കാണും. ആ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്താലാണ് നമുക്കത് ആക്റ്റീവ് ചെയ്യാൻ സാധിക്കുക. ഓരോ മെഷീനും സെപ്പറേറ്റ് QR കോഡാകും. പക്ഷെ ഞാൻ ഇവിടെ QR കോഡ് എത്ര സ്കാൻ ചെയ്യാൻ നോക്കിയാലും അത് ആക്റ്റീവ് ആവണില്ല. എന്താ സംഭവം എന്ന് അറിയില്ല. കുറേ വട്ടം നോക്കിയിട്ടും QR കോഡ് കിട്ടുന്നില്ല. കുറേ പറഞ്ഞാൽ മണിക്കൂറുകൾ ഞാൻ അതിൽ നിന്നു. ഇങ്ങനെ മണിക്കൂറല്ല, അരമണിക്കൂറിന് മേലെ 3/4 മണിക്കൂർ നേരം ഞാൻ അവിടെ നിന്നു. കാരണം രാവിലെ ആയിരുന്നു ഒന്നാമത്തെ കാരണം. അപ്പോൾ എത്ര സമയം പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് അർജൻറ്റായിട്ട് സൈറ്റിലേക്ക് എത്തും ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് പിന്നെ വേറെ ചാർജിങ് സ്ഥലങ്ങളും ഇല്ല. അത്യാവശ്യം ദൂരെയാണ്. അത്രയും ദൂരം വണ്ടി ഓടുമില്ല. അപ്പോൾ QR കോഡ് കുറേ നോക്കി. അതിൻ്റെ അടുത്ത് കസ്റ്റമർ കെയർ നമ്പറും ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് വിളിച്ചിട്ടൊന്നും കോള് പോയില്ല. എനിക്ക് നമ്പറിൽ നോട്ട് വാലിഡ് ആണ് പറഞ്ഞിട്ടാണ് കാണിച്ചത്. എന്താ സംഭവം എന്നറിയില്ല. QR കോഡ് ഇങ്ങനെ സ്കാൻ ആവണില്ല. സ്കാൻ ആവാൻ കുറേ സമയമാണ് എടുക്കുന്നത്. സംഭവം ശരിയാവുള്ളൂ. അപ്പം ഞാനിനി ഇത് സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് വേറെ അപ്പുറത്തൊരു ഷോപ്പിൽ പോയിട്ടൊന്ന് ചാർജ് ചെയ്യണം. ആ പോയിന്റിൽ ഞാൻ കുറേ നോക്കി ചാർജ് ചെയ്യാൻ വേണ്ടി. എന്നിട്ടും ചാർജ് ആവണം. ഒരു അരമണിക്കൂറൊക്കെ നിന്ന് നോക്കി. ആ സമയത്ത് കസ്റ്റമർ കെയറിൽ ഒരു നമ്പർ ഉണ്ടായിരുന്നു എൻ്റെ താഴെ. അതിൽ നോക്കിയാൽ കാണാം. ആ നമ്പറിൽ വിളിച്ചു നോക്കിയപ്പോൾ കോള് പോയില്ല ആ സമയത്ത്. എന്നിട്ട് തൊട്ടടുത്ത ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ചാർജ് ചെയ്തത്. കാരണം വണ്ടിയിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഷോപ്പിൽ നിന്ന് ചാർജ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഈ 401 രൂപയ്ക്കാണ് ഞാനത് ടോപ്പപ്പ് അവിടെ റീചാർജ് ചെയ്തത്. അത് ഒരു മാസം എൻ്റെ കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പിന്നെ അവിടുന്ന് പാലക്കാട് നിന്ന് പിന്നെ എൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ ഈ ചാർജിങ് സ്റ്റേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇവിടെ സ്റ്റാർട്ടായിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല. പിന്നെ ഒരു വേറെ വഴിക്ക് പോകുമ്പോഴാണ് ഒന്നും കൂടി നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഡേറ്റ് ഒരു മാസം ഉണ്ടായിരുന്നുള്ളൂ. അത് ഏകദേശം തീരാറായി എന്ന് കണ്ടത്. കാരണം ഒരു മാസമേ ഉള്ളൂ ആ 401 രൂപയുടെ പാക്ക്.
ജസ്റ്റ് ഇപ്പോൾ തീരെ ഒരു ദിവസം 2 ദിവസം മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കസ്റ്റമർ കെയറിലേക്ക് ആ സമയത്ത് ഇത് കംപ്ലൈൻ്റ് ആ സമയത്ത് കസ്റ്റമർ കെയറിൽ ഒരു ചാറ്റിംഗ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് അപ്പം ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ റിപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം റിപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അതിന് റിപ്ലൈ എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് തന്നെ പിന്നെയും ഞാൻ ഈ ചാറ്റ് ചെയ്യാനുള്ളതിൽ എടുത്തിട്ട് ജസ്റ്റ് ഇത് ചെയ്തപ്പോൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് റിപ്ലൈ വരും ചെയ്തു. അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അതിൽ റിപ്ലൈ കണ്ടു ഞാൻ. അപ്പോൾ എനിക്ക് തോന്നി, കാരണം ഇപ്പം തീരും 401 രൂപ പോയി തന്നെ ഞാൻ വിചാരിച്ചത്. അപ്പോൾ അവർ ചോദിച്ചു എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു ചാറ്റ് ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി, QR കോഡ് സ്കാൻ ആയില്ല, അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ഒക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ചുകൊണ്ട് ലൈവായിട്ടുണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ ലൊക്കേഷനൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, ഏതായാലും ഇന്ന് ചാർജിങ് സ്റ്റേഷനിലാണ് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. ആ സമയം ഞാൻ ഒന്നും കൂടി കസ്റ്റമർ കെയറിലേക്ക് വെറുതെ ഒന്ന് ആദ്യം വിളിച്ച് കിട്ടിയില്ലല്ലോ, അപ്പോൾ അത് കാരണം നോക്കിയത്. എന്നാലും വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയത്. ഞാൻ വെറുതെ വിളിച്ചു നോക്കിയപ്പോൾ റിങ് ചെയ്തു, അറ്റൻഡ് ചെയ്തു. പ്രോബ്ലം അതിൽ നല്ലൊരു കസ്റ്റമർ കെയർ പേഴ്സണായിട്ട് സംസാരിച്ചു മലയാളത്തിൽ. ഒരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ പ്രോബ്ലം പറഞ്ഞു, ഇങ്ങനെ ഒരു ആണ് പ്രശ്നം ഉണ്ടായത്, 1 മാസമുള്ളത് ഞാൻ കണ്ടില്ല, എമർജൻസി ആയിട്ട് ചാർജ് ചെയ്യേണ്ടി വന്നു. പക്ഷേ പുതിയ ചാർജിങ് സ്റ്റേഷനായിരുന്നു, ഞാനായിരുന്നു അവിടെ ആദ്യം ചാർജ് ചെയ്തത്. പക്ഷേ QR കോഡിൻ്റെ പ്രോബ്ലം കൊണ്ടോ തോന്നുന്നു അത് ചാർജ് ആയില്ല. അവർ പറഞ്ഞു നിങ്ങൾ ഫോൺ പിടിച്ചതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ആവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഫോൺ സാധാരണ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു, പക്ഷേ എന്താണ് അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ പ്ലേസ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി എൻ്റെ ഏരിയയിൽ വേറെ ചാർജിങ് സ്റ്റേഷനൊന്നും ഇല്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടി നോക്കിയിട്ട് പറഞ്ഞു അവിടെ തുടങ്ങാൻ ചാൻസ് ഉണ്ട്, ഇപ്പോൾ തന്നെ അടുത്ത് തന്നെ ആ ഭാഗത്തൊക്കെ തുടങ്ങും. അപ്പോൾ വാലിഡിറ്റി നോക്കിയപ്പോൾ നമ്പർ ഷെയർ ചെയ്തപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്ത നമ്പറൊക്കെ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു വാലിഡിറ്റി കട്ടാവും, സാറില്ല 1 മാസത്തും കൂടി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറഞ്ഞു. ഞാനത് വിശ്വസിച്ചൊന്നുമില്ല. പക്ഷേ എനിക്ക് 1 മാസം കൂടി എനിക്ക് കിട്ടിയപ്പോൾ ആ 401 രൂപയുടെ. ഇപ്പോൾ പിന്നെ നോക്കിയപ്പോൾ പിറ്റേ ദിവസം നോക്കിയപ്പോൾ അതിൻ്റെ വാലിഡിറ്റിയുടെ ഡേറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. പുതിയ പാക്കിനൊക്കെ 2 മാസം ഉണ്ട്. അതുപോലെ 600 രൂപയുടെ 800 രൂപയുടെ മറ്റേ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 365 ദിവസം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ആദ്യത്തെ പ്ലാന് 401 രൂപയുടെ 1 മാസത്തേക്ക് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓട്ടോറിക്ഷയ്ക്ക് ഒന്നും കുഴപ്പമില്ല, പക്ഷേ ഈ 2 വീലറിനൊക്കെ എപ്പോഴും ചാർജിങ് ഉള്ള സ്ഥലത്താണെങ്കിൽ പ്രശ്നമില്ല. എന്നിട്ട് പിന്നെ എനിക്ക് 1 മാസം കൂടി കിട്ടി, ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഞാൻ വേറെ സ്ഥലത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ചാർജിങ് സ്റ്റേഷൻ ഒന്ന് ചാർജ് ചെയ്യണമല്ലോ, കാരണം 37 യൂണിറ്റ് മറ്റെയാണ് നമുക്ക് അതിലുള്ളത്. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി വണ്ടി ചാർജ് ചെയ്തു, സുഖമായിട്ട് വർക്ക് ചെയ്തു. ഏകദേശം 3/4 മണിക്കൂറാണ് ഞാൻ ഏകദേശം അവിടെ സ്പെൻഡ് ചെയ്തത്. കാരണം അവിടെ വണ്ടി നിർത്താൻ ഈ പോസ്റ്റുമ്പോൾ ആയ കാരണം വല്ല വെയിലുള്ള സ്ഥലമായിരുന്നു. വണ്ടി നല്ല ചൂടത്ത് വേണം വണ്ടി നിർത്താൻ. പക്ഷേ ചില ഏരിയയിലൊക്കെ തണലുണ്ട്. ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ അവർ പോസ്റ്റിൽ പെയിൻ്റ് അടിച്ചു. ഒരു പച്ച പെയിൻ്റാണ് അടിക്കുക ഇതിന്. അപ്പോൾ അവർ പെയിൻ്റ് അടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല പാർക്കിങ്ങും അവരെ തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ സ്റ്റാർട്ടായിട്ടില്ല, 2-3 സ്ഥലത്ത് ഇതുപോലെ പെയിൻ്റ് അടിച്ച് പോയിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കേണ്ടവർ ഈ ആപ്പൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അത്യാവശ്യം നമ്മുടെ ഭാഗത്തൊക്കെ ചാർജിങ് സ്റ്റേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ലാണ്ട് ചാർജ് ചെയ്ത് പോകാം. മഴയത്താണ് പ്രശ്നം. മഴയത്ത് കാരണം നമ്മുടെ ചാർജർ വെള്ളം കയറും. അത് കയറാണ്ടിരിക്കാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അന്നത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ 1 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ. അത് ഇതൊരു വേറൊരു ചാർജിങ് സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട പോലെ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുക. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ചാർജിങ് നമുക്ക് സ്റ്റാർട്ടാവുന്നത് കാണാം. ആദ്യം പ്ലഗ് ചെയ്യാൻ വേണ്ടി കാണിക്കുകയിൽ പ്ലഗ് ചെയ്യാൻ കാണിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്ലഗ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കാണ് പിന്നെ കാണാം വണ്ടി ചാർജ് ആവുന്നത് കാണാം. അപ്പോൾ നമുക്ക് കാണാം വണ്ടി എത്ര വാട്ട്സാണ് എടുക്കുന്നത്, എത്ര വോൾട്ടും കാര്യങ്ങളും അതിൽ കാണാം. ചാർജ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ചാർജ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്ററുകളൊക്കെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം സാധനം ചാർജിങ് ആണെന്നാണ്. അപ്പോൾ താഴത്താണ് 6 ആംപിയറും 16 ആംപിയറിൻ്റെയും സോക്കറ്റുള്ളത്. സൈഡിൽ ഓട്ടോറിക്ഷകൾക്കുള്ള അതാണുള്ളത്. ഇതിൻ്റെയും സൈഡിൽ എല്ലാ മെഷീനും സൈഡിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെയിലാണ്, നല്ല വെയിലാണ്. വണ്ടി നിർത്തുമ്പോൾ നല്ല ചൂടെടുക്കുന്നുണ്ട്. ചാർജറൊക്കെ പുറത്ത് വെച്ച് പാർക്ക് ചെയ്യാനുള്ള റോഡിൽ നിന്നൊക്കെ കുറച്ച് നീങ്ങിയിട്ട് തന്നെയാണ്. നല്ല ബുദ്ധിമുട്ട്. 2 വീലറൊക്കെ ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, ഓട്ടോറിക്ഷ ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇതെന്തായാലും നന്നായി. ഇപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതലുള്ളത്.